ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്രീ ചൈതന്യ ചരിതം ക്ലാസ്സിലോട്ട് വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 10ാമത്തെ അധ്യായത്തിലെ 130ാമത്തെ ശ്ലോകം മുതൽക്കാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടെ തുടങ്ങാം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്ലോകം 131. നമ്മൾ ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ എന്ന അധ്യായത്തിലെ 130ാമത്തെ ശ്ലോകം ആണ് വായിക്കുന്നത്. 10ാം അധ്യായത്തിലെ കാശി മിശ്ര പ്രദ്യുമ്ന മിശ്ര രായ ഭവാനന്ദ, യാഹാരാമിലേനെ പ്രഭു പായില ആനന്ദ. കാശി മിശ്ര പ്രദ്യുമ്ന മിശ്ര രായ ഭവാനന്ദ, യാൻഹാര മിലനെ പ്രഭു പായില ആനന്ദ. കാശി മിശ്ര പ്രദ്യുമ്ന മിശ്ര രായ ഭവാനന്ദ, യാൻഹാര മിലനെ പ്രഭു പായില ആനന്ദ. ശബ്ദാർത്ഥം: കാശി മിശ്രൻ, പ്രദ്യുമ്ന മിശ്രൻ, രായ ഭവാനന്ദ രായൻ, യാൻഹാര അവരെ, മിലനെ കണ്ടുമുട്ടുക, പ്രഭു ഭഗവാൻ, പായില്ല ലഭിച്ചു, ആനന്ദം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭു ശ്രീല പ്രഭുപാദകി ജയ്. വിവർത്തനം: ജഗന്നാഥപുരിയിലെ ഭക്തരുടെ പട്ടികയിൽ പരമാനന്ദപുരി, സ്വരൂപ ദാമോദരൻ, സർവഭൗമ ഭട്ടാചാര്യൻ, ഗോപിനാഥ ആചാര്യൻ എന്നിവരിൽ നിന്ന് ആരംഭിക്കുന്ന കാശി മിശ്രൻ 5ാമത്തെയും പ്രദ്യുമ്ന മിശ്രൻ 6ാമത്തെയും ഭവാനന്ദ റായൻ 7ാമത്തേതുമാണ്. ഇവരെ കണ്ടുമുട്ടുന്നതിൽ ചൈതന്യ മഹാപ്രഭു ആനന്ദവാനായിരുന്നു. ഭാവാർത്ഥം: ജഗന്നാഥ്പുരിയിൽ മഹാപ്രഭു രാജപുരോഹിതനായ കാശി മിശ്രയുടെ ഭവനത്തിലായിരുന്നു വസിച്ചിരുന്നത്. പിൽക്കാലത്ത് ഈ ഗൃഹത്തിന് വക്രേശ്വര പണ്ഡിതനും പിന്നീട് അവിടെ ഒരു രാധാകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഗോപാലഗുരു ഗോസ്വാമിയും അനന്തര അവകാശികളായി. കാശി മിശ്രൻ മുമ്പ് മധുരയിലെ കുബ്ജ ആയിരുന്നുവെന്ന് ഗൗര ഗണോദശമി ദീപികയിൽ 193 പറയുന്നു. ഒഡീഷയിൽ വസിച്ചിരുന്ന പ്രദ്യുമ്ന മിശ്രൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു മഹാഭക്തനായിരുന്നു. പ്രദ്യുമ്ന മിശ്രൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലും രാമാനന്ദ റായൻ അബ്രാഹ്മണ കുടുംബത്തിലുമാണ് ജനിച്ചതെങ്കിലും രാമാനന്ദ റായനിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ ചൈതന്യ മഹാപ്രഭു പ്രദ്യുമ്ന മിശ്രനെ ഉപദേശിച്ചു. അന്തിരിയിലെ 5ാം അധ്യായത്തിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. ഭവാനന്ദ റായൻ ശ്രീ രാമാനന്ദ റായന്റെ പിതാവായിരുന്നു. ജഗന്നാഥപുരിയിൽ നിന്ന് 12 മൈൽ പടിഞ്ഞാറുള്ള അലാർനാഥയിൽ ബ്രഹ്മഗിരി ആയിരുന്നു അദ്ദേഹത്തിന്റെ വീട്. ജാതിയിൽ അദ്ദേഹം ചിലപ്പോൾ കായസ്ഥരെന്നും ചിലപ്പോൾ ശൂദ്രനെന്നും അറിയപ്പെടുന്ന ഒഡീഷയിലെ കരുണ സമുദായകനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ രാമാനന്ദ റായൻ ജഗന്നാഥപുരിയിലെ പ്രതാപരുദ്ര രാജാവിന്റെ നിയന്ത്രണത്തിൽ മദ്രാസ് പ്രവിശ്യയുടെ ഗവർണറായിരുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാഖയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതമേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാന്തി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുത പദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹനൃനാഥാമിതന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജൻ സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സനദർശിതാം. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീല 10ാമത്തെ അധ്യായത്തിലെ ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ എന്ന അധ്യായത്തിലെ 130ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ ജഗന്നാഥ്പുരിയിലെ ഭഗവാന്റെ ഭക്തന്മാരെ പറ്റിയുള്ള ചർച്ചയാണ് തുടങ്ങിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെയാണോ നമുക്ക് ബംഗാളിൽ പല ഭക്തന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒഡീഷയിലാണ് ജഗന്നാഥ്പുരി ഉള്ളത്. അപ്പൊ ജഗന്നാഥ്പുരിയിലെയും ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർ ഉണ്ടായിരുന്നു. കാരണം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ 24ഓളം വർഷം പിന്നുള്ളൊരു സന്യാസം എടുത്ത ശേഷം പിന്നെ ഒരു 18ഓളം വർഷങ്ങൾ അദ്ദേഹം ജഗന്നാഥ്പുരിയിലാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. അപ്പൊ അവിടെ ഒരുപാട് ഭക്തന്മാരുണ്ടായിരുന്നു. അപ്പൊ ആ ഭക്തന്മാരെ പറ്റിയുള്ള ചർച്ചയാണ്
നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരയ്ക്കും നമ്മൾ 4 അതായത് 4 ബ്രാഞ്ചുകൾ അല്ലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവര് പരമാനന്ദപുരി, സ്വരൂപ് ദാമോദർ, സർവഭൗമ ഭട്ടാചാര്യൻ, ഗോപിനാഥ് ആചാര്യൻ എന്നിവരെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതിലിപ്പോ 5-മത്തെ ഇതായിട്ട് കാശി മിഷൻ എന്ന് പറഞ്ഞ ഒരു ഭക്തനായിരുന്നു. അപ്പം അദ്ദേഹം രാജപുരോഹിതനാണ്. ജഗന്നാഥ്പുരിയിൽ അന്നത്തെ രാജാവായ പ്രതാപരുദ്ര മഹാരാജാവിന്റെ രാജപുരോഹിതനായിരുന്നു ഈ കാശി മിഷൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ചൈതന്യ മഹാപ്രഭു വസിച്ചിരുന്നത്, ഈ ഒരു സ്ഥലത്ത്. അപ്പൊ നമ്മൾ ഇപ്പോഴും പോയാൽ നമുക്ക് അവിടെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. ജഗന്നാഥ്പുരി, ഒഡീസയിലൊക്കെ നമ്മൾ യാത്ര പോവാണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു കാശി മിഷൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് മുമ്പ് നമുക്കറിയാം, ഇത് ചൈതന്യലീലയിൽ വരുന്ന പല ഭക്തന്മാരും മുമ്പത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷ്ണലീലയിലും അവര് അതേ ഭക്തന്മാരെയാണ് ചൈതന്യലീലയിൽ വന്നിരിക്കുന്നത്. അപ്പൊ അവര് ഗൗര ഗണേശ ദീപിക എന്ന ആ ഗ്രന്ഥത്തിൽ പറയുന്നു, കുബ്ജയായിട്ടായിരുന്നു, മധുരയിൽ കുബ്ജയായിട്ടായിരുന്നു കാശി മിഷൻ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അപ്പൊ അതാണ് അടുത്ത 5-മത്തെ ബ്രാഞ്ചായിട്ട് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗ്രഹത്തിൽ നമുക്ക് ഇപ്പൊ പോയി കാണാൻ സാധിക്കും. അവിടെ വക്രേശ്വര പണ്ഡിതൻ പിന്നീട് അവരൊരു രാധാകൃഷ്ണ വിഗ്രഹം അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഗോപാലഗുരു ഗോസ്വാമി അവിടെ പ്രതിഷ്ഠിച്ച് അത് പൂജ ചെയ്യാനുണ്ടായി. അവരാണ് ആ ഒരു പരമ്പരയാണ് അത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവിടെ അതിന്റെ വർഷിപ്പ്. പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ളത് 6-മത്തെ ശാഖ എന്ന് പറയുന്നത് നമുക്ക് പ്രദ്യുമ്ന മിശ്രൻ എന്ന് പറഞ്ഞൊരു ഭക്തനാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഒഡീസയിൽ വസിച്ച ഒരു ഭക്തനാണ്. അപ്പം അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ വലിയൊരു ഭക്തനാണ് എന്ന് പറയുന്നു. അപ്പം അദ്ദേഹം അപ്പൊ ഇവിടെ നമുക്ക് ഇതിലൊരു ശീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരാണ്. നമുക്ക് അറിയാൻ സാധിക്കും, പ്രദ്യുമ്ന മിശ്രൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഇതിൽ നമുക്ക് അടുത്തായിട്ട് വരുന്ന 7-മത്തെ ഇതാണ് ശാഖയാണ് ഭവാനന്ദ റായ്. ഭവാനന്ദ റായ് എന്ന് പറയുന്നത്. അപ്പൊ ഭവാനന്ദ റായുടെ മകനാണ് രാമാനന്ദ റായ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു പരിശുദ്ധ ഭക്തൻ എന്ന് പറയുന്നത്. അപ്പം ഈ രാമാനന്ദ റായ് എന്ന് പറയുന്ന അദ്ദേഹം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജനിച്ചത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലല്ലായിരുന്നു. ആക്ച്വലി നമ്മൾ ഒരു കായസ്ഥ ഫാമിലി എന്ന് പറയും, നമ്മൾ ഇതിൽ പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ ജനിച്ച ആ ഒരു ഫാമിലി, അങ്ങനെ ജനിച്ച ഈ രാമാനന്ദ റായിൽ നിന്നാണ് ചൈതന്യ മഹാപ്രഭു ഈ പ്രദ്യുമ്ന മിശ്രന്റെ അടുത്ത് നിർദ്ദേശിച്ചു, അതായത് നീ ഈ രാമാനന്ദ റായ് എന്ന് പറഞ്ഞ ഒരു ഉത്തമ ഭക്തനുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് നീ ശിക്ഷണങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ എപ്പോഴും ശാസ്ത്രങ്ങൾ പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു വ്യക്തികളെ നമ്മൾ പലപ്പോഴും ഒരു നമ്മളൊരു സോക്കോൾഡ് ആയിട്ടുള്ള ഒരു കുലത്തിൽ ജനിച്ചുകൊണ്ട് ആ വ്യക്തിയെ നമ്മൾ ബ്രാഹ്മണനായിട്ടോ, അല്ലെങ്കിൽ ഒരു വ്യക്തി സാധാരണ നീചകുലത്തിൽ ജനിച്ചുകൊണ്ട് ആ വ്യക്തിയെ നമ്മളൊരു അദ്ദേഹത്തിന് ആത്മീയമായിട്ട് പുരോഗതി ഇല്ലാത്തൊരു കുടുംബം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആത്മീയമായിട്ട് പുരോഗമിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ശാസ്ത്രം തന്നെ പറഞ്ഞു, എസ്യ ലക്ഷണം പ്രോക്തേർ വ്യഞ്ചാവർണാദി വ്യഞ്ജകം എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്താണ് ലക്ഷണം വെച്ചിട്ടാണ് ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലെ. നമ്മളിപ്പോഴും ശീല പ്രഭുപാദ് അതുപോലെ ലെക്ചേഴ്സിൽ പറയുന്ന പോലെ തന്നെ ഒരു ഡോക്ടറിന്റെ മകൻ ഓട്ടോമാറ്റിക്കലി ഡോക്ടർ ആവുന്നില്ല. അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം, അദ്ദേഹം ജനിച്ചെങ്കിലും ഡോക്ടറുടെ കുടുംബത്തിൽ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഡോക്ടർ ആവാനുള്ള എല്ലാ പരിതസ്ഥിതികളും അദ്ദേഹത്തിന് ഉണ്ടാവും. കാരണം അച്ഛനും ഡോക്ടർ ആയതുകൊണ്ട് പല കാര്യങ്ങൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ കൂടി, പക്ഷെ അദ്ദേഹം പഠിച്ച് +2 പാസ്സായി, എൻട്രൻസിൽ പാസ്സായി, അദ്ദേഹം MBBS MD ഒക്കെ ചെയ്താലേ അദ്ദേഹം ഡോക്ടറായി വരാൻ സാധിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരും അങ്ങനെ ഡോക്ടർ ആവുന്നില്ല. അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആക്ച്വലി വന്നത്, യോഗ്യതയാണ്. അല്ലാതെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുലത്തിൽ ജനിച്ചുകൊണ്ട് ഒരു വ്യക്തിയാവുന്നില്ല. അതുപോലെ തന്നെ ഒരു ഒരു വ്യക്തി ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രാഹ്മണൻ ആവുന്നില്ല. അപ്പം എന്താണ് ബ്രഹ്മം എന്ന് അറിയണം. അപ്പൊ അതിന് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിലൂടെ പോയി ഒരു നിർവ്യാജന ഒരു ആധ്യാത്മിക ഗുരു സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഇതാവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ബ്രാഹ്മണനാവാം. അതാണ് നമുക്ക് ഒരു വ്യക്തി ഒരു ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വലി ക്വാളിഫൈഡ് ആയ വ്യക്തിയെ നമ്മൾ എപ്പോഴും ബ്രാഹ്മൺ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നമ്മൾ അപരിഗണന എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. ഇവിടെ നമുക്ക് അദ്ദേഹം ജനിച്ച കുടുംബം ഫാമിലി, ശൂദ്രൻ എന്ന ഫാമിലിയിലാണ് ജനിച്ചിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് പ്രദ്യുമ്ന മിശ്രൻ ജനിച്ച ബ്രാഹ്മണ കുടുംബത്തിലാണെങ്കിലും ചൈതന്യമാണ് നീ രാമാനന്ദ റായനെ പോയി കണ്ട് അദ്ദേഹത്തിൽ നിന്നാണ് ആത്മീയമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കണം. കാരണം രാമൻ അത്രയും പരിശുദ്ധ ഭക്തനാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഈ മധ്യലീലയിലൊക്കെ രാമാനന്ദ റായും ചൈതന്യമാപ്രഭുവും തമ്മിലുള്ള സംവാദങ്ങൾ വരും. അത് ഭക്തിയുടെ ഏറ്റവും പരമ കാഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിൽ ചൈതന്യമാപ്രഭു ഒരു ശരി നോക്കുകയാണെങ്കിൽ അദ്ദേഹം നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റുഡന്റ് എന്ന മൂഡിൽ എടുക്കുകയാണ് അല്ലെ. അദ്ദേഹം ഒരു വിദ്യാർത്ഥിയും രാമാനന്ദ റായൻ ഒരു ടീച്ചർ എന്ന രീതിയിലാണ്
ഹരേ കൃഷ്ണ, സോറി, ഒരു കോള് വന്നുപോയി. ഇപ്പൊ രാമാനന്ദ റായിൽ നിന്ന് ആണ് ശിക്ഷണങ്ങൾ. ശരി, രാമാനന്ദ റായടുത്ത് ചൈതന്യ മഹാപ്രഭു ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് പല ആത്മീയ തത്വങ്ങളെ പറ്റി. അതിലൂടെ പറഞ്ഞു തരാണ്, ശരി, ഭഗവാൻ തന്നെ പറഞ്ഞു തരാണ്, ഒരു വ്യക്തി ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെ, ആത്മീയപരമായിട്ട് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏത് കുലത്തിൽ ജനിച്ചാലും ആ വ്യക്തിക്ക് ഏറ്റവും ഉയർന്ന ലെവൽ ആധ്യാത്മിക ഗുരു അല്ലെങ്കിൽ സന്യാസിയായിട്ടൊക്കെ അദ്ദേഹത്തിന് മാറിത്തീരാം എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് പറഞ്ഞ അടുത്തത് നമുക്ക് ഈ ഭവാനന്ദ റായാണ് ഏഴാമത്തെ ബ്രാഞ്ച്, അല്ലെ, നമുക്ക് ശാഖയായിട്ട് പറയുന്നത്. അപ്പം ഭവാനന്ദ റായ്, അപ്പൊ അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ നമുക്ക് അലാർനാഥ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ നമുക്ക് ഇപ്പോഴും പോകുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമ്മളിപ്പം ജഗന്നാഥ്പുരി പോയി നമ്മൾ ഒഡീസയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ രാമാനന്ദ റായ് താമസിച്ച സ്ഥലങ്ങളും അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അദ്ദേഹം ജനിച്ച ഒരു ഫാമിലി, നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു കായസ്ഥ ഫാമിലിയിലായിരുന്നു അദ്ദേഹം ജനിച്ചതെങ്കിലും, പക്ഷെ അദ്ദേഹം മുഖേനയാണ്, ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭക്തൻ മുഖേനയാണ് ഒരു വ്യക്തിക്ക് ഭഗവാനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം, പ്രദ്യുമ്ന, നമുക്കറിയാം പ്രതാപരുദ്ര മഹാരാജാവ്, അപ്പോ അന്ന് ഇത് മദ്രാസ് പ്രവിശ്യ ഭരിച്ചിരുന്ന പ്രതാപരുദ്ര മഹാരാജാവ്, അദ്ദേഹം ഒരു വിഷയിയായ വ്യക്തിയായിട്ടാണ് ചൈതന്യ മഹാപ്രഭു സന്യാസി ആയതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട്, ബാഹ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന വ്യക്തികളായിട്ട് അദ്ദേഹം കൂടുതൽ സംഘം ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ അതേ ആ പ്രതാപരുദ്ര മഹാരാജ എക്സ്റ്റേണലി ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്റേണലി അദ്ദേഹം എപ്പോഴും കൃഷ്ണാവത്തിൽ ഇരിക്കണമെന്നും ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനം ചെയ്യണമെന്ന് ആഗ്രഹം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ കാരുണ്യം കിട്ടിയതും ഈ രാമാനന്ദ റായ് വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കും. അത് മധ്യലീലയിൽ വരുന്നുണ്ട് ആ ഡീറ്റെയിൽ ആയിട്ട്. ഇനി അടുത്തത് ശ്ലോകം 132. ആലിംഗനകരി താൻറെ ബലീല വചന തുമി പാണ്ഡു പഞ്ചപാണ്ഡവ തൊമാര നന്ദന. ശബ്ദാർത്ഥം: ആലിംഗനം ചെയ്യുക, താൻറെ അദ്ദേഹത്തെ, ബലീല പറഞ്ഞു, വചന വാക്കുകൾ, തുമി നിങ്ങൾ, പാണ്ഡുവായി ഇരുന്ന, പഞ്ച അഞ്ച്, പാണ്ഡവർ, തൊമാര നിങ്ങളുടെ, നന്ദന പുത്രന്മാർ. വിവർത്തനം: ഭവാനന്ദരായനെ ആലിംഗനം ചെയ്ത മഹാപ്രഭു അദ്ദേഹത്തോട് പ്രഖ്യാപിച്ചു, അങ്ങ് മുമ്പ് പാണ്ഡുവായിരുന്നു, അങ്ങയുടെ പുത്രന്മാരോ പഞ്ചപാണ്ഡവരും. ശ്ലോകം 133. രാമാനന്ദരായ പട്ടനായക ഗോപിനാഥ കലാനിധി സുധാനിധി നായക വാണിനാഥ. ശബ്ദാർത്ഥം: രാമാനന്ദരായൻ, പട്ടനായക ഗോപിനാഥൻ, കലാനിധി സുധാനിധി, നായക വാണിനാഥൻ. വിവർത്തനം: ഭവാനന്ദരായന്റെ 5 പുത്രന്മാർ രാമാനന്ദരായ, പട്ടനായക ഗോപിനാഥൻ, കലാനിധി സുധാനിധി, നായക വാണിനാഥൻ എന്നിവരായിരുന്നു. ശ്ലോകം 134. ഏയ് പഞ്ചപുത്ര തൊമാര മോര പ്രിയ പാത്ര രാമാനന്ദ സഹ മോര ദേഹഭേദ മാത്ര. ശബ്ദാർത്ഥം: ഇവർ, 5 പുത്രന്മാർ, തൊമാര നിങ്ങളുടെ, മോര എന്റെ, പ്രിയപ്പെട്ട, രാമാനന്ദരായനോടൊപ്പം, മോര എന്റെ, ദേഹഭേദ ശാരീരിക വ്യത്യാസം, മാത്രം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവത്സവ ജയ്. വിവർത്തനം: ശ്രീ ചൈതന്യ മഹാപ്രഭു ഭവാനന്ദ റായനോട് പറഞ്ഞു, നിങ്ങളുടെ 5 പുത്രന്മാരും എന്റെ പ്രിയ ഭക്തരാണ്. രാമാനന്ദ റായന്റെയും എന്റെയും ശരീരങ്ങൾ വേറെയാണെങ്കിലും ഞങ്ങൾ ഒന്നാണ്. ഭാവാർത്ഥം: രാമാനന്ദ റായൻ മുമ്പ് അർജുനനായിരുന്നു എന്ന് ഗൗര ഗണോപദേശ ദീപിക 120, 124 പ്രസ്താവിക്കുന്നു. അദ്ദേഹം ഗോപിക ലളിതയുടെ അവതാരമായും വിശാഖദേവിയുടെ അവതാരമാണെന്നും അഭിപ്രായമുണ്ട്. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ അതിവിശ്വസ്തനായ ഭക്തനായിരുന്നു. മഹാപ്രഭു പറഞ്ഞു, ഞാൻ ഒരു സന്യാസി ആണെങ്കിലും ഒരു സ്ത്രീയെ കാണുമ്പോൾ എന്റെ മനസ്സ് ചിലപ്പോൾ പുലയാറുണ്ട്. പക്ഷേ രാമാനന്ദ റായൻ എന്നേക്കാൾ വലിയവനാണ്. എന്തെന്നാൽ അദ്ദേഹം ഒരു സ്ത്രീയെ സ്പർശിക്കുമ്പോൾ പോലും അസ്വസ്ഥനാകുന്നില്ല. രാമാനന്ദ റായർക്ക് മാത്രമേ ഇത്തരത്തിൽ ഒരു സ്ത്രീയെ സ്പർശിക്കാനുള്ള വിശേഷ അധികാരം നൽകിയിട്ടുള്ളൂ. ആരും അദ്ദേഹത്തെ അനുകരിക്കരുത്. ദൗർഭാഗ്യവശാൽ രാമാനന്ദ റായരുടെ പ്രവൃത്തികൾ അനുകരിക്കുന്ന തെമ്മാടികളുണ്ട്. നാം അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. മഹാപ്രഭുവിന്റെ അന്ത്യലീലകളിൽ കൃഷ്ണന്റെ വിരഹത്തിലുള്ള അവിടുത്തെ ഉന്മത്ത വികാരങ്ങൾ ശാന്തമാക്കാൻ രാമാനന്ദ റായനും സ്വരൂപ ദാമോദരനും ശ്രീമദ് ഭാഗവത്തിൽ നിന്നും ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള അനുയോജ്യമായ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നതിൽ സദാ മുഴുകിയിരുന്നു. ചൈതന്യ ഭഗവാൻ ദക്ഷിണ ഭാരതത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുമ്പോൾ കൃഷ്ണന്റെയും ഗോപികുമാരുടെയും യുഗളപ്രേമം മനസ്സിലാക്കുന്നതിൽ രാമാനന്ദ റായരോളം ഔന്നത്യം ആർജിച്ച മറ്റൊരു ഭക്തനുമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ സന്ധിക്കാൻ സാർവഭൗമ ഭട്ടാചാര്യർ മഹാപ്രഭുവിനെ ഉപദേശിക്കുകയുണ്ടായി. ചൈതന്യ മഹാപ്രഭു ദക്ഷിണ ഭാരത പര്യടനത്തിൽ
ഗോദാവരിയുടെ തീരത്ത് വെച്ച് രാമാനന്ദറായനുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ സുദീർഘമായ സംവാദത്തിൽ ചൈതന്യ ഭഗവാൻ ഒരു ശിഷ്യന്റെ സ്ഥാനം സ്വീകരിക്കുകയും രാമാനന്ദറായൻ അവിടുന്ന് തന്നെ ഉപദേശിക്കുകയും ചെയ്തു. ചൈതന്യ മഹാപ്രഭു ഇപ്രകാരം പ്രസ്താവിച്ചുകൊണ്ടാണ് ആ സംവാദങ്ങൾ അവസാനിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട രാമാനന്ദ, നിങ്ങളും ഞാനും ഉന്മത്തരാണ്. അതുകൊണ്ടാണ് നാം ഇരുവരും തുല്യതലത്തിൽ ഉറ്റവരായി കണ്ടുമുട്ടിയത്. രാമാനന്ദരായരോട് അദ്ദേഹത്തിന്റെ സർക്കാർ ജോലി രാജിവെച്ച് തന്നോടൊപ്പം ജീവിക്കാൻ ജഗന്നാഥ്പുരിയിലേക്ക് വരുവാൻ ചൈതന്യ ഭഗവാൻ ഉപദേശിച്ചു. പ്രതാപരുദ്ര മഹാരാജാവ് ഒരു രാജാവ് ആയിരുന്നതിനാൽ അദ്ദേഹത്തെ കാണാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു വിസമ്മതിച്ചതെങ്കിലും രാമാനന്ദറായൻ ഒരു വൈഷ്ണവമായ തന്ത്ര ഉപയോഗത്തിലൂടെ മഹാപ്രഭുവും രാജാവും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏർപ്പാട് ചെയ്തു. മന്ദിരയിലെ 12-ാം അധ്യായം 41 മുതൽ 57 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. രഥയാത്രോത്സവത്തിനു ശേഷമുള്ള ഭഗവാന്റെ ജലകേളി വേളയിൽ രാമാനന്ദറായൻ സന്നിഹിതനായിരുന്നു. രാമാനന്ദരായർ സർക്കാർ സേവനത്തിൽ മുഴുകിയിരുന്ന ഒരു ഗൃഹസ്ഥനും സനാതന ഗോസ്വാമി ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിരക്തനായ സന്യാസിയുമായിരുന്നെങ്കിലും ഇരുവരും ഭഗവത് ഭക്തന്മാരും എല്ലാ പ്രവർത്തനങ്ങളിലും കൃഷ്ണനെ കേന്ദ്രത്തിൽ നിർത്തുന്നവരും ആയിരുന്നതിനാൽ ചൈതന്യ മഹാപ്രഭു രാമാനന്ദനെയും സനാതന ഗോസ്വാമിയെയും വിരക്തിയുടെ കാര്യത്തിൽ തുല്യരെ പരിഗണിച്ചു. ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണഭക്തിയുടെ ഏറ്റവും രഹസ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്ന 3 വ്യക്തികളിൽ ഒരാളായിരുന്നു ശ്രീ രാമാനന്ദരായൻ. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പ്രദ്യുമ്ന മിശ്രനോട് രാമാനന്ദറായൽ നിന്ന് കൃഷ്ണശാസ്ത്രം പഠിക്കാൻ ഉപദേശിച്ചു. കൃഷ്ണലീലയിൽ കൃഷ്ണനും രാധാറാണിയും തമ്മിലുള്ള വ്യവഹാരങ്ങളിൽ സുബലൻ എല്ലായ്പ്പോഴും കൃഷ്ണനെ സഹായിച്ചിരുന്നത് പോലെ രാമാനന്ദറായൻ ചൈതന്യ മഹാപ്രഭുവിനെ കൃഷ്ണനിൽ നിന്നുള്ള അവിടുത്തെ വേർപാടിന്റെ വൈകാരിക അനുഭവങ്ങളിൽ സഹായിച്ചു. ശ്രീ രാമാനന്ദരായർ ജഗന്നാഥ വല്ലഭ നാടകത്തിന്റെ രചയിതാവുമായിരുന്നു. കൃഷ്ണ അപ്പൊ നമ്മള് ഇവിടെ ഭവാനന്ദറായൻ എന്ന ഭഗവാന്റെ 7ാമത്തെ ശാഖയെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്ത് വരുന്നത്. അപ്പം ഭവാനന്ദറായരുടെ 5 മക്കളാണ് നമ്മൾ കണ്ടു അല്ലെ. രാമാനന്ദറായൻ, പട്ടനായ ഗോപിനാഥ്, കലാനിധി, സുധാനിധി, നായക വാണിനാഥൻ. അപ്പൊ ഈ 5 പേരും ഇപ്പൊ ചൈതന്യ മഹാപ്രഭു അതായത് ആലിംഗം ചെയ്തിട്ട് പറയാണ്, ഈ 5 പേര് എന്ന് പറഞ്ഞാൽ അത് മുമ്പ് ആക്ച്വലി അങ്ങയുടെ പുത്രന്മാർ പഞ്ചപാണ്ഡവരും അങ്ങ് പാണ്ഡവുമായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അത്രയും ആ ലീലകൾ ആടിയ ആ വ്യക്തികളാണ് ഈ ചൈതന്യ ലീലയിൽ ഇവരായിട്ട് അവതരിച്ചത് എന്നുള്ള കാര്യം പറയുന്നു. അപ്പൊ അതില് ഏറ്റവും ചൈതന്യ മഹാപ്രഭു ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തനാണ് ഭവാനന്ദ റായ് എന്ന് പറയുന്നത്, രാമാനന്ദ റായ് എന്ന് പറയുന്നത് ആക്ച്വലി. കാരണം അദ്ദേഹം പറയുന്നു 5 പേരും പ്രിയപ്പെട്ടവരാണെങ്കിലും അതിൽ രാമാനന്ദ റായും ഭഗവാൻ തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ശരീരങ്ങൾ വേറെയാണെങ്കിൽ അവരെ സ്പിരിച്വലി അവർ എപ്പോഴും ഈക്വലി അലൈൻഡ് ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം അവർ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ അത്രയും ഉയർന്ന കാര്യങ്ങളെ പറ്റിയാണ്, അവര് ഭക്തിയുടെ ഉയർന്ന കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഭാവാർത്ഥത്തിൽ ശീല പ്രഭുപാദ് രാമാനന്ദ റായെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ പറയാണ് അദ്ദേഹം മുമ്പ് അർജുനനായിരുന്നു എന്നുള്ള കാര്യം പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ലളിത അല്ലെങ്കിൽ വിശാഖ ഗോപിയുടെ അവതാരമായിട്ടും അഭിപ്രായപ്പെടുന്നുണ്ട്. ഗൗരഗണേശ ദീപികയിൽ പറയുന്നുണ്ട് എന്ന കാര്യം പറയുന്നു. അപ്പം കാരണം ചൈതന്യ മഹാപ്രഭു പറയുന്ന ഒരു കാര്യം വെച്ചാൽ ആക്ച്വലി മഹാപ്രഭു അങ്ങനെ ഈ രാമാനന്ദ റായെ പറ്റി അത്രയും പ്രകീർത്തിക്കുകയാണ്. കാരണം ചൈതന്യ മഹാപ്രഭു പറയാണ് ഇവിടെ അപ്പൊ അദ്ദേഹം പറയണത് അദ്ദേഹം സന്യാസി ആണെങ്കിൽ കൂടി ചിലപ്പോൾ സ്ത്രീകളെ കാണുമ്പോൾ അദ്ദേഹത്തെ മനസ്സിൽ ചില ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ രാമാനന്ദ റായ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു സേവനം ചെയ്താൽ കൂടി അദ്ദേഹത്തിന്റെ മനസ്സിൽ യാതൊരു അചഞ്ചലത ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം രാമാനന്ദ റായ് അത്രയും ഉയർന്നൊരു ഭക്തൻ ആയിരുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഒരിക്കലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ചില വ്യക്തികൾ സഹജീവിയാകുമ്പോഴും അല്ലെങ്കിൽ അവരെ ഫോൾസ് ആയിട്ട് അവരെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല ഉള്ള കാര്യം കൂടി ഇവിടെ അങ്ങനെ അനുകരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ചെയ്യാൻ പാടില്ല ഉള്ള കാര്യം കൂടി ഇവിടെ ശീല പ്രഭുപാദ് പറയുന്നു. പിന്നെ അതിനുശേഷം നമുക്കറിയാം ഭഗവാൻ കൃഷ്ണന്റെ വിരഹത്തിലുള്ള പല ലീലകളെ പറ്റിയാണ് അവിടെ രാമാനന്ദ റായൻ നമുക്കറിയാം. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഭക്തിയുടെ പരമകാഷ്ഠയിലോട്ടാണ് പോയിരുന്നത്. അപ്പം ആ സമയത്ത് ഭഗവാന് എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയുടെ വിരഹത്തിലുള്ളതും അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പലപ്പോഴും ആ കൃഷ്ണന്റെ വിരഹത്തിൽ അല്ല രാധാറാണിയുടെ ആ ഒരു ഭാവമാണ് ചൈതന്യ മഹാപ്രഭു അവതരിപ്പിച്ചത്. അപ്പൊ ആ സമയത്ത് അവരെ ആ ഭഗവാന്റെ ഇത് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ഭാഗവത്തിലുള്ള പല പല ശ്ലോകങ്ങളാണ് ഈ 2 ഭഗവാന്റെ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള 2 ഡിവോട്ടീസ്, അതായത് സ്വരൂപ് ദാമോദർ അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹവും പിന്നെ രാമാനന്ദ റായും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കറിയാം ആക്ച്വലി എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു ഈ രാമാനന്ദ റായെ കണ്ടുമുട്ടുന്നത് എന്നുള്ള കാര്യം. അപ്പം സർവഭൗമ ഭട്ടാചാര്യൻ ആണ് ആക്ച്വലി രാമാനന്ദ റായ എന്ന ഭക്തൻ ഉണ്ടെന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുത്തത്. അപ്പൊ ദക്ഷിണേന്ത്യൻ യാത്രയിൽ പോകുന്ന സമയത്ത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ രാമാനന്ദ റായ് എന്ന് പറഞ്ഞിട്ടൊരു ഭക്തൻ ഉണ്ട്. അദ്ദേഹം ഇദ്ദേഹത്തിന് പ്രതാപരുദ്ര മഹാരാജാവിന്റെ സെക്രട്ടറിയാണ്. അന്നത്തെ മദ്രാസ് ഗവൺമെന്റിന്റെ ഇതായിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ വ്യക്തി അപ്പൊ അദ്ദേഹം ഭക്തിയിൽ വളരെ ഉയർന്ന ഒരു വ്യക്തിയാണെന്നും അപ്പൊ നിങ്ങൾ
പോകുന്ന വഴി അദ്ദേഹത്തിനെ ഒന്ന് കാണുകയും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണമെന്ന് സർവ്വഭൗമ ഭട്ടാചാര്യൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഗോദാവരിയുടെ നദീതീരത്ത് നമുക്ക് ഇന്നും പോയാൽ കോവൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇപ്പൊ നമ്മൾ പോവാണെങ്കിൽ രാജമുണ്ട്രിക്ക് അടുത്തായിട്ട്, വിശാഖപട്ടണത്തിനൊക്കെ അടുത്തായിട്ട്. അപ്പൊ ആ സ്ഥലത്ത്, അപ്പൊ അവിടെയാണ് ചൈതന്യ മഹാപ്രഭു ആദ്യമായിട്ട് രാമചന്ദ്രറായി കണ്ടുമുട്ടി ഉടനെ തന്നെ അവർക്ക് അറിയാൻ സാധിച്ചു. അവർ മുമ്പ് മുതലേ അവർ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം. അപ്പൊ എങ്ങനെയാണ് കൃഷ്ണനും അർജുനും തമ്മിലുള്ള കണക്ഷൻ ഉള്ളത്, അതുപോലെ തന്നെ അവർ ഉടനെ ആലിംഗനം ചെയ്യുകയൊക്കെ ചെയ്തു. അതൊക്കെ മധ്യലീലയിൽ അത് വരുന്നുണ്ട് ആക്ച്വലി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അതിനുശേഷം അവര് പല കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യേണ്ടത്, ഭക്തിയുടെ പല ഉയർന്ന കാര്യങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുകയും അതിനുശേഷം ആണ് പിന്നെ ഇപ്പൊ രാമാനന്ദറായിട്ട് അദ്ദേഹം പറഞ്ഞു ആക്ച്വലി. അതായത് നമ്മൾ എപ്പോഴും നമുക്ക് രണ്ടുപേരും ഭക്തിയിൽ ഇപ്പൊ ഉന്മത്തരായതുകൊണ്ടാണ് ഇത് അവൈലബിൾ ആണോ എന്നൊന്ന് നോക്കുവോ നിങ്ങളുടെ ഫാർമസിയിൽ, അല്ലെങ്കിൽ എടുത്തു തരാൻ പറ്റുമോ എന്ന് നോക്കൂ. അപ്പം അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭക്തിയിൽ ഉന്മത്തരായത് കൊണ്ടാണ് അവർ ആ തുല്യത്തിലായതുകൊണ്ടാണ് അവർ കണ്ടുമുട്ടി ഉടനെ തന്നെ അവർ ആലിംഗനം ചെയ്യും, പല കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, അപ്പൊ അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്തു, അതായത് രാമചന്ദ്രായിട്ട് നിങ്ങളിപ്പം ചാർജും ഇല്ല. ഞാൻ ജോലി ചാർജ് ചെയ്തിട്ട് അങ്ങ് കൊണ്ടുപോകാൻ നേരം ഇരിക്കായിരുന്നു. കൃഷ്ണ എന്താ അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രതാപരുദ്ര മഹാരാജന്റെ കൂടെ ആയിരുന്നു നമുക്ക് ഈ രാമാനന്ദറായി അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ഗവർണറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പറഞ്ഞു, അപ്പൊ നിങ്ങൾ അവിടുന്ന് ഇത് ആക്ച്വലി റിട്ടയർമെന്റ് എടുത്തിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ച് ജഗന്നാഥ്പുരിയിൽ വരണം എന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ആ ഒരു രാമാനന്ദറായിയുടെ കാരുണ്യം കൊണ്ടാണ്. കാരണം അതേ സമയത്ത് പ്രതാപരുദ്ര മഹാരാജാണെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്ന അതീവമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് ചൈതന്യ മഹാപ്രഭു ഒരു സന്യാസി ആയതുകൊണ്ട് ഭൗതികമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് അദ്ദേഹം കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലും ഈ രാമാനന്ദറായയുടെ നമുക്കറിയാം, ഈ രാമാനന്ദറായയുടെ കാരുണ്യം കൊണ്ട് ഈ പ്രതാപരുദ്ര മഹാരാജാവ് എന്ത് ചെയ്തു, അപ്പം അദ്ദേഹം വിചാരിച്ചു എന്തായാലും രാമാനന്ദറായയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിടെ ഇവിടുന്ന് റിട്ടയർമെന്റ് എടുത്ത് ചൈതന്യ മഹാപ്രഭു കൂടെ അദ്ദേഹത്തിന് അസോസിയേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ നേരം സമയം ചെലവഴിക്കണം ആഗ്രഹിച്ചു. അപ്പൊ പ്രതാപരുദ്ര മഹാരാജാവ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആക്ച്വലി ശരി, അപ്പൊ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്, എനിക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനം ചെയ്യണം, അദ്ദേഹത്തിന് അസോസിയേഷൻ ചെയ്യാനുള്ള അവസരം നീ ഒരുക്കി തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടയർമെന്റ് എടുത്തപ്പോഴും അദ്ദേഹത്തിന് മാസം അദ്ദേഹത്തിനുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ചെയ്തത് ആക്ച്വലി വന്നിട്ട്. അപ്പൊ അങ്ങനെ ഈ രാമാനന്ദറായയുടെ കാര്യം കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന് ആയിട്ട് സന്ധിക്കാൻ ഈ പ്രതാപരുദ്ര മഹാരാജന് സാധിച്ചത്. നമുക്ക് മധ്യലീലയിൽ അത് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ പറ്റിയാണ് ഇത് പറഞ്ഞത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭു രാമാനന്ദറായരെയും സനാതന ഗോസ്വാമിയെയും രണ്ടുപേരും ഒരേ തുല്യമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം രാമാനന്ദറായ് എന്ന് പറയുന്നത് ഗൃഹസ്ഥനാണെങ്കിൽ കൂടി അതിന്റെ പൂർണ്ണ അവബോധം കൃഷ്ണാവബോധത്തിൽ ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹം സദാസമയം ഭഗവാനെ എങ്ങനെ സേവിക്കണം എന്നുള്ള ഒരു ബോധത്തിലൂടെ ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ട് വിരക്തനായിരുന്നു. അപ്പൊ അങ്ങനെ രണ്ടുപേരും, ഒരാൾ സന്യാസിയായിട്ടാണ് ഭഗവാനെ സേവനം ചെയ്തത്, പിന്നൊരാളാണ് ഗൃഹസ്ഥനായിട്ട് നിന്നുകൊണ്ടാണ് ഭഗവാനെ സേവനം ചെയ്തത്. അപ്പൊ രണ്ടുപേരും വിരക്തിയുടെ കാര്യത്തിൽ തുല്യരായിരുന്നു. ഹരകൃഷ്ണ മ്യൂട്ട് ചെയ്യോ? ഹരകൃഷ്ണ. അപ്പൊ രണ്ടുപേരും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് എങ്ങനെ ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എക്സ്റ്റേണലി ഒരു വ്യക്തി സന്യാസിയാണെങ്കിലും ഇന്നൊരു വ്യക്തി ഗ്രസ്തനാണെങ്കിൽ കൂടി അവർ അവബോധമാണ് മുഖ്യം എന്നാണ് ഇവിടെ പ്രഭുപാദ് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ സാധിക്കില്ല. ഒരു വ്യക്തി സന്യാസി ആകുമ്പോൾ ആശ്രമത്തനുസരിച്ച് നമ്മൾ റെസ്പെക്ട് അവർ കൊടുക്കണം. പക്ഷെ എന്നാലും നമ്മൾ ഒരിക്കലും ഒരു വ്യക്തി സന്യാസിയാണ്, വേറൊരു വ്യക്തി ആത്മീയ ഗുരുവാണ്, അല്ലെങ്കിൽ ഗൃഹസ്ഥനാണെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. ഏതൊരു വ്യക്തിയാണോ കൃഷ്ണഭക്തിയിൽ പ്രാവീണ്യം നേടിയിരിക്കുകയും പൂർണ്ണമായിട്ടും ഭഗവാന്റെ അവബോധത്തിൽ ഇരിക്കുന്നത്, പൂർണ്ണമായിട്ടും ആ വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തനായി കണ്ടുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഏറ്റവും രഹസ്യമായിട്ടുള്ള പല വിഷയങ്ങളെ പറ്റിയും അവിടെ ഈ ഒരു രാമാനന്ദറായും അതുപോലെ തന്നെ 3 വ്യക്തികളായിട്ട് അദ്ദേഹം ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. 3 വ്യക്തികൾ എന്ന് പറയുമ്പോൾ അതിൽ 3 വ്യക്തികളായിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഒന്ന് സ്വരൂപ് ദാമോദർ ഗോസ്വാമി, പിന്നെ രാമാനന്ദറായി, പിന്നെ സിഖി മഹത്തി എന്ന് പറഞ്ഞിട്ടൊരു ഭക്തനുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവസാനമായിട്ട് വരുന്നത് പിന്നെ സിഖി മഹത്തിയുടെ ഒരു സിസ്റ്റർ, ഒരു മാധവി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പേരുള്ള അവര് അങ്ങനെ 3 നിരയായിട്ടാണ് അവരെ കൺസിഡർ ചെയ്തത് കാര്യം. അപ്പൊ ഇതുപോലെ തന്നെ ഇതിൽ പറയുന്നത് കൃഷ്ണലീലയിലും ഈ എങ്ങനെയാണ് സുബലൻ എപ്പോഴും കൃഷ്ണനും രാധയും നമ്മളെ ലീലകളിൽ സഹായം ചെയ്ത്, അതുപോലെ തന്നെ രാമാനന്ദറായും ചൈതന്യ മഹാപ്രഭുവിനെ കൃഷ്ണനോടുള്ള വേർപാടിന്, അല്ലെ, രാധാറാണിക്ക് കൃഷ്ണനോട് വേർപാട് വരുമ്പോൾ ഈ സുബലനാണ് അവിടെ സഹായിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ മൂഡിൽ, ഭഗവാൻ കൃഷ്ണ വിരഹ മൂഡിൽ ഉള്ള സമയത്തും ഈ അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് രാമാനന്ദറായനാണ് അവിടെ ആ വേർപാടിനെ സഹായിച്ചത്, അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കിയത്. പിന്നെ അതുപോലെ തന്നെ രാമാനന്ദറായ നമുക്ക് തന്നൊരു വലിയൊരു
ഗ്രന്ഥം കൂടി ഉണ്ട്. അതാണ് ജഗന്നാഥ് വല്ലഭ നാടകം എന്ന് പറഞ്ഞ അതുകൂടി, അതിന്റെ രചയിതാവ് കൂടിയാണ് ശ്രീ രാമാനന്ദ റായ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ശ്ലോകം 135, 136. പ്രതാപരുദ്ര രാജ ആര ഓർഡർ കൃഷ്ണാനന്ദ പരമാനന്ദ മഹാപാത്ര ഓർഡർ ശിവാനന്ദ ഭഗവാൻ ആചാര്യ ബ്രഹ്മാനന്ദാഖ്യ ഭാരതി ശ്രീഷികി മാഹിതി ആര മുരാരി മാഹിതി. ശബ്ദാർത്ഥം: പ്രതാപരുദ്ര രാജ, ഒറീസയിലെ പ്രതാപരുദ്ര രാജാവ് ആരാ ഓർഡർ കൃഷ്ണാനന്ദ, കൃഷ്ണാനന്ദൻ എന്ന ഒറിയൻ ഭക്തൻ. പരമാനന്ദ മഹാപാത്ര, പരമാനന്ദ മഹാപാത്രൻ. ഓർഡർ ശിവാനന്ദ, ഒറീസക്കാരനായ ശിവാനന്ദൻ. ഭഗവാൻ ആചാര്യ, ഭഗവാൻ ആചാര്യൻ. ബ്രഹ്മാനന്ദ ആഖ്യ ഭാരതി, ബ്രഹ്മാനന്ദ ഭാരതി എന്ന ഭക്തൻ. ശ്രീ ഷിക്കി മാഹിതി, ശ്രീ ഷിക്കി മാഹിതി ആരാ മുരാരി മാഹിതി, മുരാരി മാഹിതി. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീ മദഭയചരണാനന്ദ ഭക്തിവസ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ താമസിച്ചിരുന്നപ്പോൾ ഒഡീഷയിലെ പ്രതാപരുദ്ര രാജാവും ഒഡിയ ഭക്തരായ കൃഷ്ണാനന്ദനും ശിവാനന്ദനും പരമാനന്ദ മഹാപാത്രനും ഭഗവാൻ ആചാര്യനും ബ്രഹ്മാനന്ദ ഭാരതിയും ശ്രീ ഷിഗി മാഹിതിയും മുരാരി മാഹിതിയും അവിടുന്നുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. ഭാവാർത്ഥം: കട്ടക് ആസ്ഥാനമായ ഗംഗാരാജ വംശത്തിലെ പ്രതാപരുദ്ര മഹാരാജാവ് ഒഡീഷയുടെ ചക്രവർത്തിയും ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാഭക്തനുമായിരുന്നു. രാമാനന്ദ രായന്റെയും സാർവഭൗമ ഭട്ടാചാര്യന്റെയും ശ്രമങ്ങളാലാണ് അദ്ദേഹത്തിന് ചൈതന്യ ഭഗവാനെ നേരിട്ട് സേവിക്കാൻ സാധിച്ചത്. ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുമ്പ് ജഗന്നാഥന്റെ ക്ഷേത്രം നിർമ്മിച്ച ഇന്ദ്രദുമ്ന രാജാവ് പിന്നീട് സ്വകുടുംബത്തിൽ തന്നെ മഹാപ്രഭുവിന്റെ കാലത്ത് പ്രതാപരുദ്ര രാജാവായി പുനർജനിച്ചു എന്ന് ഗൗരഗണോദീശ ദീപിക 118 പറയുന്നു. പ്രതാപരുദ്ര മഹാരാജാവ് ദേവേന്ദ്രനോളം ശക്തനായിരുന്നു. ചൈതന്യ ചന്ദ്രോദയം എന്ന നാടകം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രചിച്ചതാണ്. ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡം 5-ാം അധ്യായത്തിൽ പരമാനന്ദ മഹാപാത്രനെ കുറിച്ച് ഇപ്രകാരം വിവരിച്ചിരുന്നു. ഒഡീഷയിൽ ജനിക്കുകയും ചൈതന്യ മഹാപ്രഭുവിനെ തങ്ങളുടെ ഏകമാത്ര സ്വത്തായി സ്വീകരിക്കുകയും ചെയ്ത ഭക്തന്മാരിൽ പരമാനന്ദ മഹാപാത്രൻ ഉൾപ്പെടുന്നു. മാധുര്യ പ്രേമത്തിന്റെ ആനന്ദ നിർവൃതിയിൽ അദ്ദേഹം സദാ ചൈതന്യ മഹാപ്രഭുവിനെ സ്മരിച്ചു. പണ്ഡിതനായിരുന്ന ഭഗവാൻ ആചാര്യൻ മുമ്പ് ആലിശഹരയിലാണ് വസിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം ജഗന്നാഥപുരിയിൽ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി സർവ്വ ഉപേക്ഷിച്ചു. ചൈതന്യ മഹാപ്രഭുവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഒരു കോപപാലകന്റേതു പോലുള്ള സൗഹൃദമായിരുന്നു. സ്വരൂപ ഗോസായിയുമായും എല്ലായ്പ്പോഴും സൗഹൃദത്തിലായിരുന്നു അദ്ദേഹം. മഹാപ്രഭുവിന്റെ തൃപ്പാലങ്ങളിൽ ദൃഢഭക്തി പുലർത്തിയിരുന്നു. അദ്ദേഹം ചിലപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ സ്വഭവനത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. ഭഗവാൻ ആചാര്യൻ വളരെ ഉദാരമതിയും ലളിതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ശതാനന്ദ ഖാൻ ഒരു സമ്പൂർണ്ണ ഭൗതികവാദിയും ഇളയ സഹോദരൻ ഗോപാല ഭട്ടാചാര്യൻ ഒരു തീവ്ര മായാവാദി പണ്ഡിതനുമായിരുന്നു. തന്റെ സഹോദരൻ ജഗന്നാഥ്പുരിയിൽ എത്തിയപ്പോൾ ഭഗവാൻ ആചാര്യൻ അയാളിൽ നിന്ന് മായാവാദ തത്വശാസ്ത്രം ശ്രവിക്കാൻ ആഗ്രഹിച്ചെങ്കിലും സ്വരൂപദാമോദരൻ അത് വിലക്കുകയും അതോടെ ആ പ്രശ്നം അവസാനിക്കുകയും ചെയ്തു. ഒരിക്കൽ ബംഗാളിൽ നിന്നുള്ള ഭഗവാൻ ആചാര്യന്റെ ഒരു സുഹൃത്ത് ഭക്തിയുത സേവനത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായി എഴുതിയ ഒരു നാടകവുമായി ഭഗവാൻ ആചാര്യനെ സമീപിച്ചു. ഭഗവാൻ ആചാര്യൻ ആ നാടകം മഹാപ്രഭുവിന്റെ മുന്നിൽ വായിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവിടുത്തെ കാര്യദർശിയായ സ്വരൂപ ദാമോദരൻ അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ അനുവദിച്ചില്ല. പിന്നീട് സ്വരൂപ ദാമോദരൻ ആ നാടകത്തിലെ പല തെറ്റുകൾ ഭക്തിയുത സിദ്ധാന്തത്തോടുള്ള അതിന്റെ വിയോജിപ്പും ചൂണ്ടിക്കാട്ടുകയും തന്റെ എഴുത്തിലെ തെറ്റുകൾ ബോധ്യമായ ഗ്രന്ഥകർത്താവ് സ്വരൂപ ദാമോദരന്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കീഴടങ്ങുകയും ചെയ്യുകയുണ്ടായി. അന്ത്യലീല 5-ാം അധ്യായം 91 മുതൽ 158 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. ചിക്കി മാഹിതി മുമ്പ് ശ്രീമതി രാധാറാണിയുടെ രാഗലേഖ എന്ന സഹായിയായിരുന്നുവെന്ന് ഗൗരഗണേശ ദീപ 189 പറയുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി മാധവിയും ശ്രീമതി രാധാറാണിയുടെ കലാകളി എന്ന് പേരുള്ള സഹായിയായിരുന്നു. ചിക്കി മാഹിതിയും മാധവിയും അവരുടെ സഹോദരൻ മുരാരി മാഹിതിയും ജീവിതകാലത്തിൽ ഒരിക്കലും ഒരു നിമിഷം പോലും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ വിസ്മരിക്കാൻ കഴിയാതിരുന്ന അചഞ്ചല ഭക്തരായിരുന്നു. ഒഡിയ ഭാഷയിലുള്ള ചരിത മഹാകാവ്യം എന്ന ഗ്രന്ഥത്തിൽ ചിക്കി മാഹിതിയെ കുറിച്ചുള്ള ധാരാളം വർണ്ണനകളുണ്ട്. അദ്ദേഹം ഹർഷോന്മാദ അവസ്ഥയിൽ കണ്ട ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ടാണ് ഒരു വർണ്ണന. ചിക്കി മാഹിതി മാനസികമായി എല്ലായ്പ്പോഴും ഭഗവാന് സേവനം ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഒരു രാത്രി അത്തരം സേവനം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഉറങ്ങുന്നതിനിടയിൽ ഉണർത്താൻ അദ്ദേഹത്തിന്റെ സഹോദരനും സഹോദരിയും വരികയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം പൂർണ്ണമായും ഹർഷോന്മാദത്തിലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ജഗന്നാഥന്റെ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയ മഹാപ്രഭു ജഗന്നാഥന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും
തിരിച്ചിറങ്ങി വന്ന് ജഗന്നാഥ വിഗ്രഹത്തിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അതിവിസ്മയകരമായ ഒരു സ്വപ്ന ദർശനത്തിലായിരുന്നു അദ്ദേഹം. ആ പ്രകാരം ഉറക്കത്തിൽ നിന്ന് ഉണർത്തപ്പെട്ട അദ്ദേഹം പെട്ടെന്ന് സഹോദരനെയും സഹോദരിയെയും ആലിംഗനം ചെയ്തുകൊണ്ട് അവരെ ഇങ്ങനെ അറിയിച്ചു: എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു. നിങ്ങളോടത് വിവരിക്കാം. ശശി മാതാവിന്റെ പുത്രനായ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും അത്യന്തം അതിശയകരമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് ഇടയിൽ ജഗന്നാഥന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നതും വീണ്ടും ശരീരത്തിന് ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതും ഞാൻ കണ്ടു. ഇപ്പോഴും ഞാൻ ആ സ്വപ്നം കാണുകയാണ്. എനിക്ക് എന്തെങ്കിലും മതിഭ്രമം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇപ്പോഴും ആ സ്വപ്നം കാണുകയാണ്. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ മഹാപ്രഭു അവിടുത്തെ ദീർഘഹസ്തങ്ങളാൽ എന്നെ ആലിംഗനം ചെയ്തു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ശിഖി മാഹിതി തന്റെ സഹോദരനോടും സഹോദരിയോടും ഇவ்விധം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം പതറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. അനന്തരം ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയ സഹോദരനും സഹോദരിയും അവിടെ ജഗമോഹന കീർത്തന മണ്ഡപത്തിൽ മഹാപ്രഭു ശിഖി മാഹിതി സ്വപ്നത്തിൽ ദർശിച്ചതുപോലെ തന്നെ ശ്രീ ജഗന്നാഥ വിഗ്രഹത്തിന്റെ സൗന്ദര്യം വീക്ഷിച്ചു കൊണ്ടിരുന്നത് കണ്ടു. വിശാല മനസ്കനായ ഭഗവാൻ തക്ഷകം, നീ മുരാരി മഹതിയുടെ ജ്യേഷ്ഠ സഹോദരനല്ലേ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ശിഖി മാഹിതിയെ ആലിംഗനം ചെയ്തു. ആ ആലിംഗനത്തിൽ ശിഖി മാഹിതിക്ക് പ്രേമോന്മാദപൂർണമായ ആത്മീയ ആനന്ദം അനുഭവപ്പെട്ടു. അപ്രകാരം അദ്ദേഹവും സഹോദരനും സഹോദരിയും ഭഗവാന്റെ സേവനത്തിൽ മുഴുകി. ശിഖി മാഹിതിയുടെ ഇളയ സഹോദരൻ മുരാരി മഹതിയെ മധ്യലീല 10-ാം അധ്യായം 44-ാം ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണ, അപ്പൊ നമ്മള് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു ചൈതന്യ മഹാപ്രഭുവിന്റെ ഒഡീഷയിലെ പല പല ഭക്തന്മാരെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്തത്. അതിലൊന്ന് പ്രതാപരുദ്ര മഹാരാജാവായിരുന്നു. അപ്പൊ പ്രതാപരുദ്ര മഹാരാജാവാണ് ഒഡീഷയിലെ ചക്രവർത്തി ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇന്നും ജഗന്നാഥ് പുരിയിൽ പോയാൽ രഥയാത്രയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ജഗന്നാഥ രഥം പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ആ രാജാവ് വന്നിട്ടാണ് അവിടെ തൂക്കുന്നത് അല്ലെ. അപ്പൊ ആക്ച്വലി എല്ലാവരും ഭഗവാന്റെ ദാസന്മാരാണ് എന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ രാജാവ് അവിടെ ആ ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയൊരു വ്യക്തിയായിട്ടുള്ള രാജാവ് വന്നിട്ട് അവിടെ തൂക്കും. അപ്പൊ അതുപോലെ തന്നെ പ്രതാപരുദ്ര മഹാരാജാവ് അതേ ജഗന്നാഥ് രഥയാത്ര സമയത്ത് ഇതുപോലെ തന്നെ ഇത് ചെയ്താണ് വന്നത്. ഈ പ്രതാപരുദ്ര മഹാരാജാവ് എന്ന് പറയുന്നത് അദ്ദേഹം ഭഗവാന്റെ ഒരു വലിയൊരു ഭക്തനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പലപ്പോഴും ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചില്ല. കാരണം ഭഗവാൻ സന്യാസി ആയതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു. അപ്പൊ അദ്ദേഹം രാജാവ് ഇങ്ങനത്തെ വിഷയായിട്ടുള്ള വ്യക്തികളോട് സമ്പർക്കം പുലർത്താൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ രാമാനന്ദ റായും സർവ്വവും ഭട്ടാചാര്യൻ അവരുടെ കാരുണ്യം കൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവാനെ നേരിട്ട് സേവിക്കാനുള്ള അവസരം കിട്ടിയത് രഥയാത്രയ്ക്ക് ശേഷം. അതുപോലെ തന്നെ ഈ പ്രതാപരുദ്ര മഹാരാജാവ് എന്ന് പറയുന്ന ആ ഒരു ഭക്തൻ, അദ്ദേഹം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പിൽക്കാലത്തിന് മുമ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നമുക്കറിയാം ഇന്ദ്രദ്യുമ്ന രാജാവ് എന്ന രാജാവ് അദ്ദേഹം കാരണത്തിലാണ് നമുക്ക് ജഗന്നാഥ വിഗ്രഹം ഇന്ന് കാണുന്ന ജഗന്നാഥപുരിയിലെ വിഗ്രഹം വന്നിരിക്കുന്നത്. ഒരു കാരണമാണ് അദ്ദേഹം. അപ്പൊ അതുപോലെ തന്നെ ആ ഇന്ദ്രദ്യുമ്ന രാജാവിന്റെ അതേ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അപ്പൊ ഇന്ദ്രദ്യുമ്ന രാജാവ് തന്നെയാണ് ഈ പ്രതാപരുദ്ര രാജാവായിട്ട് പുനർജനിച്ചത്. ഈ ലീല, ചൈതന്യ ലീലയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചൈതന്യ ചന്ദ്രോദയം എന്ന നാടകം അദ്ദേഹം രചിച്ചതും ഈ പ്രതാപരുദ്ര രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് കാണാൻ സാധിക്കും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതാപരുദ്ര പിന്നെ ഒരു ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത ഇതായിട്ട് കാണുന്ന പരമാനന്ദ മഹാപാത്രൻ എന്ന് പറഞ്ഞ ഭക്തന്മാരെ പറ്റിയാണ് അടുത്ത ചർച്ച ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു എന്നും പിന്നെ അതിനുശേഷം നമുക്ക് ഭഗവാൻ ആചാര്യൻ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ പറ്റിയും പറയുന്നുണ്ട് ഇതിൽ. അപ്പൊ അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ ചൈതന്യ മഹാപ്രഭു വസിക്കുന്ന സ്ഥലത്തിലേക്ക് സേവനം ചെയ്യാൻ വേണ്ടി ബാക്കി അദ്ദേഹത്തെ സർവ്വം ഉപേക്ഷിച്ച് വരികയാണ് ചെയ്തത് എന്നും അദ്ദേഹം അങ്ങനെ ഭഗവാനെ പൂർണ്ണമായിട്ട് സേവനം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു ഭഗവാൻ ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം വളരെ ഒരു ലളിതനും ഉദാരമതിയായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു. അപ്പൊ എല്ലാ സമയവും ഭഗവാന്റെ എങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ ദൃഢഭക്തി പുലർത്തണമെന്ന് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ എക്സാമ്പിളോട് കാണിച്ചു തരികയും അപ്പൊ പലപ്പോഴും ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ പറയുന്ന ചൈതന്യ മഹാപ്രഭുവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധമായ ഒരു ഗോപബാലന്റെയും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെ, അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പം ഈ ഇതിൽ പറയുന്നു ഈ ഭഗവാൻ ആചാര്യൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഭഗവാന്റെ അത്രയും ഒരു പരിശുദ്ധ ഭക്തനാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞ സദാനന്ദകാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഭൗതികവാദിയായിരുന്നു. പക്ഷെ അതേസമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഗോപാല ഭട്ടാചാര്യൻ എന്ന് പറഞ്ഞാൽ അത് മായാവതി പണ്ഡിതനും ആയിരുന്നു. അപ്പം പലപ്പോഴും ഇപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരനായ ഈ ഗോപാല ഭട്ടാചാര്യൻ അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ വന്ന സമയത്ത്
പലപ്പോഴും ഈ ഭഗവാനാചാര്യ അതിൽ നിന്ന് കുറച്ച് തത്വശാസ്ത്രം കേൾക്കുമായിരുന്നു, മായാവാദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴും സ്വരൂപ് ദാമോദര ഗോസ്വാമി അദ്ദേഹത്തിന് പറഞ്ഞു, നീ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കരുത്, അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നത് നമ്മൾ കറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ അവസാനിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മായാവാദിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഭഗവാനെ പറ്റി കേൾക്കരുത് എന്ന് പറയാറുണ്ട് അല്ലെ, മായാവാദികളായിട്ട് സമ്പർക്കം ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിൽ ചൈതന്യമാപ്രഭു പറയും, മായാവാദി ഭാഷ്യ സുനിലെ സർവ ഹോയ നാശ് അല്ലെ. അപ്പൊ സർവനാശം സംഭവിക്കുന്നതാണ് പറയുന്നത്. കാരണം മായാവാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് പറയുന്നത് ഭഗവാന് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശീല പ്രഭുപാദ് പറയാറുണ്ട്, ഭഗവാൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, പക്ഷെ ഭഗവാൻ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പക്ഷെ ഭഗവാൻ നമ്മൾ ഒന്നാണെന്ന് പറയുന്നതാണ് ഏറ്റവും തെറ്റായ സിദ്ധാന്തം എന്ന് പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ശീല പ്രഭുപാദ് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ വ്യക്തികളായിട്ട് സമ്പർക്കം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ആക്ച്വലി അവര് ഭഗവാന്റെ അടുത്ത് അത്രയും എൻവിയസ്, അല്ലെങ്കിൽ അവർക്ക് അത്ര അസൂയുള്ളതുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നതാണ്, ഞാനും ഭഗവാൻ ഒന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭഗവാൻ പറയുന്ന കാര്യങ്ങളും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള ചിന്താഗതിയാണ് അവർക്കുള്ളത്. അപ്പൊ അങ്ങനത്തെ വ്യക്തികളായിട്ട് നമ്മൾ സമ്പർക്കം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് വളരെ എന്താണ്, ഒരു വള്ളിച്ചെടി പോലെയാണുള്ളത്. അപ്പൊ ആ ഭക്തിയുടെ ആ ഒരു വള്ളിച്ചെടിയായുള്ള വളർന്നു വരുന്ന ഭക്തി അത് നശിക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. അപ്പൊ അങ്ങനത്തെ മായാവാദികളായിട്ടുള്ള നമ്മൾ സമ്പർക്കം ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ നമുക്ക് സ്വരൂപദാമ ഗോസ്വാമി നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് പറയുക, മായാവാദി കൃഷ്ണ അപരാധി എന്നാണ് ഇതിൽ പറയുന്നത്. കാരണം കൃഷ്ണന്റെ അടുത്തുള്ള അപരാധം ചെയ്യുന്ന വ്യക്തികളാണ് ഈ മായാവാദികൾ എന്നും ഇവർ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു ഈ ഒരു ഇൻസിഡൻസിൽ അതാണ് പറഞ്ഞത്. അപ്പൊ സ്വരൂപ് ദാമോദർ ഗോസ്വാമി അദ്ദേഹത്തിന് വിലക്കി, അതായത് നീ ഒരിക്കലും അവരുമായിട്ട് നീ സമ്പർക്കം പുലർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഒരു ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നു, ബംഗാളിൽ നിന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വരികയും അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം ഭഗവാനെ പറ്റിയുള്ള കുറച്ച് ഒരു കാവ്യങ്ങളും ഇതൊക്കെ എഴുതിക്കൊണ്ട് വന്നു, തത്വങ്ങളൊക്കെ എഴുതി ഒരു നാടകമായിട്ട് അദ്ദേഹം വന്നു. അപ്പൊ നാടകമായിട്ട് അപ്പൊ നമുക്കറിയാം പല വ്യക്തികളും ഭഗവാനെ പറ്റി പല രീതിയിലൊക്കെ അവരെ മനോകൽപ്പന ഉപയോഗിച്ചുകൊണ്ടും മാനസിക ഊഹം കൊണ്ടൊക്കെ അവർ പലപ്പോഴും പല കാര്യങ്ങളും ഭഗവാനെ പറ്റി എഴുതാറുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഭഗവാനെ പറ്റി എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ആക്ച്വലി ഒരു ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്ന് വരുന്ന വ്യക്തിയിൽ നിന്ന് കേട്ട ശേഷം നമുക്ക് എഴുതാൻ സാധിക്കണം. അത് നമ്മൾ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പലപ്പോഴും ഒന്നും എഴുതാൻ ശ്രമിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കാര്യങ്ങളനുസരിച്ച് എന്തോ എഴുതിക്കൊണ്ട് വന്നു. അപ്പൊ ഭഗവാൻ ആചാര്യൻ അദ്ദേഹം ഒരു ലളിതനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വിചാരിച്ചു, എന്തായാലും ഇദ്ദേഹം എഴുതിക്കൊണ്ട് ഒരു നാടകമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ, എന്നാ പിന്നെ ഇത് നമുക്ക് ചൈതന്യമാപ്രഭുവിന് സമർപ്പിക്കാന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം പോകാൻ നിന്ന സമയത്ത് അവിടെ സ്വരൂപ് ദാമോദർ ഗോസ്വാമി അവിടെ അദ്ദേഹത്തിനെ വിലക്കി. കാരണം സ്വരൂപ് ദാമോദർ ഗോസ്വാമി ചെയ്യുന്ന കാര്യം എന്താണ്, ചൈതന്യ മഹാപ്രഭു ഭഗവാനാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന പല പല കാര്യങ്ങളും അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും പല ആൾക്കാർ ഇങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു, അപ്പൊ ഈ സ്വരൂപ് ദാമോദർ ഗോസ്വാമി എന്താ ചെയ്യുക, അദ്ദേഹം ആരൊക്കെ എന്തെങ്കിലും കാണാൻ വന്നാലും കൊണ്ടുവന്നാലും അദ്ദേഹം ഒരു തവണ അതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്യും, ഫസ്റ്റ് ഒരു എക്സാമിനേഷൻ ചെയ്യും. അപ്പൊ അങ്ങനെ അത് വായിച്ച ശേഷമാണ് അതിനുശേഷമാണ് പിന്നെ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് പിന്നെ ചൈതന്യമാപ്പിനോട് അവരെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക, അവരെ പറഞ്ഞുവിടുക. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നിന്ന് സംഭവിച്ചു. അപ്പൊ ഇദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ അത് ഭക്തി സേവനത്തിന് തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിനെ സമ്മതിച്ചില്ല. അപ്പൊ അങ്ങനെ ഈ തെറ്റുകൾ അദ്ദേഹം വളരെ ഹമ്പിളായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും കാട്ടിയ ശേഷം ഈ ഇദ്ദേഹത്തിന്റെ ബംഗാളിൽ നിന്ന് വന്ന ആ ഒരു വ്യക്തി അദ്ദേഹം പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിനെ യാചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കീഴുകയും ചെയ്തു. ഈ ഒരു സ്വരൂപ് ദാമോദർ ഗോസ്വാമിക്ക് കീഴുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തായിട്ട് പറയുന്നത് പിന്നെ സിഗി മഹത്തി എന്ന് പറഞ്ഞ ഒരു അടുത്ത ഒരു ഭക്തനെ പറ്റിയാണ് അടുത്തായിട്ട് പറഞ്ഞത്. സിഗി മഹത്തി, മുരാരി മഹത്തി എന്ന് പറയുന്ന അവര് ബ്രദേഴ്സ് ആണ് രണ്ടുപേരും അവര്. അപ്പൊ അവര് രാഗലേഖ എന്ന സഹായിയായിരുന്നു എന്നാണ് ശ്രീമതി രാധാറാണിയുടെ സഹായിയായിട്ടുള്ള രാഗലേഖ എന്ന ഇതായിട്ടായിരുന്നു അവര് വൃന്ദാവൻ ലീല ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അവർക്ക് അദ്ദേഹത്തിന്റെ സഹോദരിയാണ് പിന്നെ മാധവി എന്ന് പറയുന്നവര്. അത് രാധാറാണിയുടെ കലാകളി എന്ന പേരുള്ള സഹായിയായിരുന്നു എന്നും പറയുന്നത്. അപ്പം ഇവര് ഇപ്പം ശിഖി മൈത്തി, മുരാരി മൈത്തി, പിന്നെ അവർക്കുള്ള സിസ്റ്ററാണ് മാധവി. അപ്പൊ ഇവര് മൂന്നുപേരും ജീവിതകാലത്തിൽ ഫുള്ളായിട്ടും അവര് ചൈതന്യ മഹാപ്രഭുവിനെ വിസ്മരിക്കാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും അവരെ സേവനം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ശീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഒരു ശിഖി മൈത്തിയെ പറ്റി പല വർണ്ണങ്ങളും നമുക്ക് പല ഗ്രന്ഥങ്ങളും കാണാൻ സാധിക്കും. അപ്പം എപ്പോഴും കാരണം ശിഖി മൈത്തിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അത് മാനസികമായിട്ടും ഭഗവാനെ സേവനം ചെയ്യും, മനസ്സിലും ഭഗവാനെ പറ്റി ചിന്തിച്ച് ഭഗവാൻ ഇങ്ങനെ സേവനം ചെയ്യുന്ന വ്യക്തിയാണ്. അത്രത്തോളം പൂർണ്ണമായിട്ടും ഭഗവാനിൽ പൂർണ്ണമായിട്ട് അബ്സോർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ശിഖി മൈത്തി എന്ന വ്യക്തി. അപ്പൊ അദ്ദേഹം ആ ഒരു ഭക്തൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു സ്വപ്നത്തിനിടയിൽ അദ്ദേഹം കാണാനിടയായി. ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ രാത്രി ഉറങ്ങുന്ന ഇടയ്ക്ക് പെട്ടെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് മാനസികമായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ അങ്ങനെ ഉറങ്ങിപ്പോയ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം കണ്ടു ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു അവിടെ ആക്ച്വലി ജഗന്നാഥപുരി ക്ഷേത്രത്തിൽ വരികയും സുന്ദരമായിട്ടുള്ള ജഗന്നാഥ വിഗ്രഹത്തിൽ അകത്തോട്ട് പോവുകയും പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്തു. സ്വപ്നം കാണുകയും. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ മാധവിയും
അവരെ ഇവരുടെ അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള ഈ എന്താ പറയാ ഇദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള എന്താ പറയാ മുരാരി മാറ്റി അവർ വന്ന് അദ്ദേഹത്തിനെ ജസ്റ്റ് എണീപ്പിച്ചിട്ട് പറഞ്ഞു എന്ത് സംഭവിച്ചു ചോദിച്ച സമയത്ത് ഈ സ്വപ്നം അദ്ദേഹം വിവരിച്ചു കൊടുത്തു. അപ്പൊ ഇത് വിവരിച്ച് ഉടനെ തന്നെ അവർക്കും തോന്നി. അപ്പൊ ഇദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നൊക്കെ അശ്രുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഉടനെ തന്നെ അവരെന്ത് ചെയ്തു? അപ്പൊ ജഗന്നാഥ ക്ഷേത്രം സന്ദർശിക്കാൻ പോയി. അപ്പൊ അവർ അവിടെ പോയ സമയത്ത് ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ ക്ഷേത്രത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇദ്ദേഹം കണ്ടതും ചൈതന്യ മഹാപ്രഭു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നായിരുന്നു എന്ന് കാണാൻ സാധിച്ചു. അപ്പം അങ്ങനെ സംഭവിച്ചു. അപ്പം ആ സ്വപ്നം കണ്ട ഉടനെ തന്നെ ഇവർ ഉടനെ പോയി ശിഖിയുമായിട്ട് തന്നെ സഹോദരനായിട്ട് കാണുകയും അവിടെ പോയി അദ്ദേഹം നേരെ കണ്ട് കാണുമ്പോൾ ചൈതന്യമാപ്രഭു കാണുന്ന സമയത്ത് അവർ ഉടനെ ചൈതന്യമാപ്രഭു ഇവരെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. നീ മുരാരി മൈത്തിയുടെ ജ്യേഷ്ഠ സഹോദരനല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ അത്രയും ഒരു ഉയർന്ന തലത്തിലായിരുന്നു ഈ ശിഖി മൈത്തി എന്ന ഭക്തൻ പൂർണ്ണമായിട്ടും ആത്മീയാനന്ദം അനുഭവപ്പെടുന്ന ഒരു രീതിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഈ 3 ശിഖി മൈത്തി പിന്നെ അദ്ദേഹത്തിന്റെ 2 സഹോദരിമാരും പൂർണ്ണമായിട്ടും ഒരു ഭഗവാനെ പൂർണ്ണ സേവനം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരുപാട് ഭക്തന്മാരെ പറ്റി നമ്മൾ ഈ ചർച്ച വരുന്നുണ്ട്. അപ്പൊ എത്രത്തോളം നമ്മൾ ഇങ്ങനത്തെ ചൈതന്യമാരുടെ ഭക്തന്മാരെ പറ്റി കേൾക്കുകയും അവരുടെ അവർ ചെയ്ത സേവനങ്ങളെ പറ്റി നമ്മൾ ജസ്റ്റ് കേൾക്കുകയും നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണ് അറ്റ്ലീസ്റ്റ് അവരെ പോലെ നമുക്ക് ഭക്തനാവണമെന്ന്. കാരണം ഇതിലൂടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കൃഷ്ണദാസ് ഗൗരവ ഗോസ്വാമി പറയുന്നതാണ് ചൈതന്യമാപ്രഭു അനന്തരം ഭക്തന്മാർ പല രീതിയിൽ സേവനം ചെയ്യണം. അപ്പൊ നമുക്ക് ഒരിക്കലും ഭക്തി സേവനത്തിൽ വരുന്ന സമയത്ത് ഒരു ഭക്തൻ കൂടുതൽ സേവനം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര സേവനം ചെയ്യാൻ പറ്റുന്നല്ലോ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും വിഷമപ്പെടേണ്ട ആവശ്യമില്ല. ഓരോ ജീവാത്മാക്കൾക്കും ഭഗവാനുമായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് ഭഗവാനെ സേവനം ചെയ്യാൻ സാധിക്കുക. അപ്പൊ എത്രത്തോളം ഒരു വ്യക്തി സേവനം ചെയ്താലും നമ്മുടെ സേവനം ഒരിക്കലും അവിടെ കുറഞ്ഞു പോകുന്നില്ല എന്നുള്ള തത്വമാണ് നമുക്ക് പലപ്പോഴും ഈ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 5:45 സമയം. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ ഇനി ഒരുപാട് ഇതിന്റെ ബ്രാഞ്ചുകൾ നമുക്ക് പറയുന്നുണ്ട്. ഈ ഒരു അധ്യായം ഒരു വലിയൊരു അധ്യായമാണ്. അപ്പൊ വരുന്ന ക്ലാസ്സുകളിൽ ബാക്കിയുള്ള ഭക്തന്മാരെ പറ്റി നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. ഇന്ന് വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ശീല പ്രഭുപാദ കി ജയ്. സമവേത ഗൗരഭക്ത ബിന്ദു കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. നന്ദി പ്രഭു. വളരെ വളരെ നന്ദി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാംസ് ഹരേ പ്രഭു. കൃഷ്ണ. നന്നായിരുന്നു ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.